കേന്ദ്ര ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഉള്ള ബഡ്ജറ്റായിരുന്നു. താങ്ങി നിർത്തുന്ന ഘടകകക്ഷികൾക്ക് വേണ്ടി മോദി ഉണ്ടാക്കിയ ബഡ്ജറ്റ്. പക്ഷേ ആന്ധ്രാപ്രദേശിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് ബീഹാറിനാണ്. ബീഹാറിന് വാരിക്കോരി നൽകി മോദി. ആന്ധ്രാപ്രദേശിന് പ്രതീക്ഷിച്ച ബഡ്ജറ്റും പ്രതീക്ഷിച്ച പണവും ലഭിച്ചില്ല. ഇതോടെ TDP കട്ട കലിപ്പിലാണ്. TDP ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. TDP പറയുന്നത് തങ്ങളുടെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയില്ല മോദി, പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകി. അതുകൊണ്ട് തങ്ങളെപ്പോലെയുള്ള ആന്ധ്രാപ്രദേശിനെ പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം. കൂടുതൽ സാമ്പത്തിക പാക്കേജ് അനുവദിച്ചില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തള്ളി താഴെയിടും. ഇതാണ് TDP പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു കട്ടക്കലിപ്പിലാണ്. TDPക്ക് ആന്ധ്ര ഭരിക്കാൻ BJPയുടെ ആവശ്യമില്ല. അതേസമയം ബീഹാറിൽ നിതീഷ് കുമാർ ഭരണത്തിൽ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് തുടർച്ചയായി ഭരിക്കണമെങ്കിൽ BJPയുടെ ആവശ്യം വേണം. ആന്ധ്രാപ്രദേശിൽ TDPക്ക് ഭരിക്കാൻ BJPയുടെ ആവശ്യമില്ല. അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് അവിടെ. TDPയുടെ വാലിൽ തൂങ്ങിയാണ് ആന്ധ്രാപ്രദേശിൽ BJP നിൽക്കുന്നത്. പക്ഷേ TDP ആവശ്യപ്പെട്ട പണം ഇതുവരെയ്ക്കും ലഭിച്ചിട്ടില്ല. TDP ആവശ്യപ്പെട്ടത് അനുസരിച്ചാണെങ്കിൽ ഇനിയും കോടികൾ കൊടുക്കാനുണ്ട് അവർക്ക്. ആ പണം കിട്ടിയില്ലെങ്കിൽ വലിച്ച് താഴെയിടും എന്ന് തന്നെയാണ് TDP പറയുന്നത്. മോദി ഭരണത്തിൽ കയറിയ അന്നു മുതൽ TDP ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല. ചന്ദ്രബാബു നായിഡുവിനെ പ്രകോപിപ്പിച്ചത് നിതീഷ് കുമാറിന് മോദി സർക്കാർ നൽകിയ വലിയ സാമ്പത്തിക പരിഗണനയാണ്. ബീഹാറും ആന്ധ്രാപ്രദേശും ആവശ്യപ്പെട്ടത്, ഈ രണ്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ആവശ്യപ്പെട്ടത് തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണം എന്നാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക പദവി എന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തു. പക്ഷേ ബീഹാറിന് കിട്ടിയതിനേക്കാൾ തുലവും കുറവാണ് TDPക്ക് കിട്ടിയത്. ഇതോടുകൂടി വലിയ പ്രദേശമായ, വലിയ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിന് ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നാണ് അവരുടെ MPമാർ പറയുന്നത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മോദിക്ക് വലിയ കാലം ആയുസ് ഉണ്ടാകില്ല. മോദി ഭരണത്തിന്. മറ്റൊന്നുകൂടിയുണ്ട്. TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും രാഹുൽ ഗാന്ധിയും തമ്മിൽ പല വിധത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. ചന്ദ്രബാബു നായിഡുവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം സുദൃഢമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു അതിന് സർവ പിന്തുണയും നൽകും. എല്ലാവിധ പിന്തുണയും നൽകി ഇന്ത്യ മുന്നണിക്ക് പിറകിൽ നിൽക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഡിസംബർ മാസം കഴിഞ്ഞ് പുതുവത്സരം ആഘോഷിക്കാൻ മോദി സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ TDPയുടെ നീക്കം വ്യക്തമാക്കുന്നത്. TDP പറയുന്നു ഇനിയും വേണം പണം വേണം. പണമുണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേക സാമ്പത്തിക പാക്കേജ് എങ്കിലും നൽകിയാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ പിന്താങ്ങൂ, ഇല്ലെങ്കിൽ വലിച്ചു താഴും.